നമസ്തേ. ജീവിതത്തിൽ മനുഷ്യൻ എന്താണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത്? നമ്മൾ എല്ലാവരും കഠിനമായി പ്രയത്നിക്കുന്നത് ഏതുതരം ജീവിതം കെട്ടിപ്പടുക്കാനാണ്? സമ്പത്തും സുഖങ്ങളും നിറഞ്ഞ ബാഹ്യമായ ഭൗതിക ജീവിതമാണോ, അതോ സമാധാനവും ആനന്ദവും നിറഞ്ഞ ആന്തരികമായ ആത്മീയ ജീവിതമാണോ? വേദാന്തം മനുഷ്യ ജീവിതത്തെ വളരെ വ്യക്തമായി രണ്ട് വിഭാഗങ്ങളായി കാണിക്കുന്നു. ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ആ ജീവിത രീതികളെ ബുഭുക്ഷു എന്നും മുമുക്ഷു എന്നും വിളിക്കുന്നു. ഇതിൽ ബുഭുക്ഷു ജീവിത രീതി പിന്തുടരുന്ന ആളുകൾ ബാഹ്യമായ ലോകത്തിൽ നിന്ന് സന്തോഷം നേടാൻ ശ്രമിക്കുന്നു. എന്നാൽ മുമുക്ഷു ജീവിത രീതി പിന്തുടരുന്ന ആളുകൾ ആന്തരിക ലോകത്ത് നിന്ന് ശാശ്വതമായ സന്തോഷം നേടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ രണ്ടു കൂട്ടരും ജീവിതത്തിൽ സന്തോഷം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും സിമ്പിൾ സ്പിരിച്വാലിറ്റി എന്ന ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. വേദാന്ത ദർശനങ്ങളെ വളരെ ലളിതമായി പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണിത്. വേദാന്തത്തിലെ ആഴമുള്ള സത്യങ്ങളെ ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ ദൈനംദിന ജീവിതത്തെ ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. വരൂ, ഈ ആത്മീയ യാത്ര നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. വേദാന്തം പറയുന്നത് മനുഷ്യർ പ്രധാനമായും രണ്ട് ജീവിത ശൈലികളിൽ ജീവിക്കുന്നു. അവർ ആ ജീവിത രീതികളെ ബുഭുക്ഷു എന്നും മുമുക്ഷു എന്നും വിളിക്കുന്നു. ഭോഗം എന്ന വാക്കിന് ഇന്ദ്രിയ സുഖം, സമ്പത്ത്, ബന്ധങ്ങൾ, അംഗീകാരം എന്നെല്ലാമാണ് അർത്ഥം. ഇവയെ ജീവിത ലക്ഷ്യമായി കാണുന്ന വ്യക്തികളെ ബുഭുക്ഷുക്കൾ എന്ന് വിളിക്കുന്നു. മോക്ഷം എന്ന വാക്കിന് ആത്മജ്ഞാനം, ആന്തരിക സ്വാതന്ത്ര്യം, ദുഃഖങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചിക്കപ്പെട്ട അവസ്ഥ, ആനന്ദം എന്നെല്ലാമാണ് അർത്ഥം. ഈ കാര്യങ്ങളെ ജീവിത ലക്ഷ്യമായി കാണുന്ന വ്യക്തികളെ മുമുക്ഷുക്കൾ എന്ന് വിളിക്കുന്നു. ഭോഗങ്ങൾ ബുഭുക്ഷുവിന്റെ ജീവിത ലക്ഷ്യമാണെങ്കിൽ മോക്ഷം മുമുക്ഷുവിന്റെ ജീവിത ലക്ഷ്യമാണ്. ആഗ്രഹങ്ങളാണ് ബുഭുക്ഷുവിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം എങ്കിൽ ജ്ഞാനമാണ്, ആത്മജ്ഞാനമാണ് മുമുക്ഷുവിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഒരു ബുഭുക്ഷു എനിക്ക് എന്ത് ലഭിക്കും എന്ന് എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അന്വേഷിക്കുന്നു. എന്നാൽ ഒരു മുമുക്ഷു ആകട്ടെ, ഞാൻ ആരാണ്, ഞാൻ ശരീരമാണോ മനസ്സാണോ എന്ന് അന്വേഷിക്കുന്നു. ഇനി നമുക്ക് ഈ രണ്ട് ജീവിത രീതികളുടെയും ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ഇന്ദ്രിയ സുഖം, സമ്പത്ത്, വിജയം എന്നിവ ജീവിത ലക്ഷ്യമാക്കിയിട്ടുള്ള വ്യക്തികളെയാണ് ബുഭുക്ഷുക്കൾ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, വേദാന്തം ഒരിക്കലും ഒരു ബുഭുക്ഷുവിന്റെ ജീവിത രീതിയെ വിമർശിക്കുന്നില്ല. മറിച്ച് ജീവിത സത്യങ്ങളെ, ജീവിത യാഥാർത്ഥ്യങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നു. ഇന്നത്തെ ഈ സമൂഹം, ഈ ലോകം നിലനിൽക്കണമെങ്കിൽ ഈ ജീവിത രീതി, ബുഭുക്ഷുവിന്റെ ജീവിത രീതി അത്യന്താപേക്ഷിതമാണ്. ഒരു ബുഭുക്ഷു ജോലി ചെയ്യുന്നു, സമ്പത്ത് സൃഷ്ടിക്കുന്നു, ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു, ജീവിതത്തിൽ വിജയത്തിനും സുഖങ്ങൾക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ പ്രാരംഭഘട്ടം ഈ ജീവിത രീതി വളരെ വളരെ അനുയോജ്യമാണ്. ഇനി ഈ ജീവിത രീതിയുടെ പരിമിതികൾ എന്താണെന്ന് നോക്കാം. ഒന്നാമതായി, ഇവരുടെ സന്തോഷം എപ്പോഴും താൽക്കാലികമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ സന്തോഷം ബാഹ്യമായ നേട്ടങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, ബാഹ്യമായ കാര്യങ്ങൾ, ഭൗതിക നേട്ടങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. അടുത്തതായി, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അവസാനമില്ല. അത് നീണ്ടു പോകുന്നു. ഒരു ആഗ്രഹം നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ അടുത്തത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ബുഭുക്ഷു ജീവിത രീതിക്ക് ഒരു പൂർണ്ണ സംതൃപ്തി ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കുകയില്ല. ബുഭുക്ഷുക്കളുടെ മനസ്സ് മുഴുവൻ എപ്പോഴും ബാഹ്യ സാഹചര്യങ്ങളിൽ ശ്രദ്ധയൂന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയം, ഉത്കണ്ഠ, സമ്മർദ്ദം അനുഭവപ്പെടുന്നു. ഞാൻ നേടിയത് നഷ്ടമാകുമോ, എനിക്ക് ഞാൻ ആഗ്രഹിച്ചതെല്ലാം കിട്ടുമോ തുടങ്ങിയ ചിന്തകൾ ഇവരെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇവരുടെ ജീവിതത്തിന് സാമൂഹിക അംഗീകാരം എപ്പോഴും വളരെ കൂടുതലായിരിക്കും. കാരണം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാണ് ഇവർ സ്വന്തമാക്കുന്നത്. അടുത്തതായി നമുക്ക് മുമുക്ഷുവിന്റെ ജീവിത രീതികളെ കുറിച്ച് മനസ്സിലാക്കാം. മുമുക്ഷു എന്നത് ദുഃഖത്തിന്റെ പൂർണ്ണമായ അവസാനം ആയ മോക്ഷം എന്ന ലക്ഷ്യത്തെ സ്വീകരിച്ച വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, വേദാന്തം ഒരിക്കലും ഒരു മുമുക്ഷുവിന്റെ ജീവിത രീതിയെ മഹത്വവൽക്കരിക്കുന്നില്ല. മറിച്ച് ജീവിത യാഥാർത്ഥ്യം നമുക്ക് കാണിച്ചു തരുന്നു. ഈ ജീവിത രീതി പിന്തുടരുന്ന വ്യക്തികളുടെ ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് മനസമാധാനവും ശാന്തിയുമാണ്. എന്തുകൊണ്ടെന്നാൽ ഇവർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. ബാഹ്യമായ നേട്ടങ്ങൾ, സമ്പത്ത് വർദ്ധിക്കുന്നതിലോ അത്ര അവർ താല്പര്യപ്പെടാറില്ല. അടുത്തതായി, ജീവിതത്തിൽ എപ്പോഴും ഇവർക്ക് നിർഭയമായി ജീവിക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഭയം ഇവരെ അലട്ടാറില്ല. ജീവിതത്തിലെ ശാശ്വതമായ സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടി ജീവിക്കുന്നവരാണ് ഇവർ. ഇവർക്കറിയാം ഈ ലോകവും മനസ്സും ശരീരവും മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതിനെ എല്ലാം അറിയുന്ന ആ ഒരു ബോധം, ആ അവയർനെസ് ഒരിക്കലും മാറുന്നതല്ല. അടുത്തതായി, ഇവർക്ക് ജീവിതത്തിൽ നല്ല വ്യക്തത ഉണ്ടാവും. വിവേകം എന്നാണ് അതിനെ പറയുന്നത്. ജീവിതത്തിൽ നല്ലത് ഏതാണ്, ചീത്ത ഏതാണ്, ശാശ്വതമായത് എന്താണ്, താൽക്കാലികമായ എന്താണ് എന്നതിനെക്കുറിച്ച് ഇവർക്ക് നല്ലൊരു ബോധം ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഈ ജീവിത രീതിക്ക് ചില പരിമിതികളുമുണ്ട്.
ഒന്നാമതായി ഈ ജീവിത രീതിക്ക് സാമൂഹിക അംഗീകാരം വളരെ വളരെ കുറവാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ജീവിത രീതി പിന്തുടരുന്ന വ്യക്തികൾ വളരെ കുറവാണ്. സമൂഹത്തിന്റെ പല തെറ്റിദ്ധാരണകൾക്കും ഇവർ പാത്രമാവാറുണ്ട്. വിരക്തിയുള്ള ആൾ, ലോകം ഉപേക്ഷിച്ച ആൾ, ഉത്തരവാദിത്തമില്ലാത്ത ആൾ, ഇങ്ങനെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഇവരെക്കുറിച്ച് സമൂഹത്തിന് പൊതുവെ കാണാറുണ്ട്. രണ്ട്, ജീവിതത്തിൽ ഇവർക്ക് ഏകാന്തത അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇവരെപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ രണ്ട് ജീവിത രീതികളെയും കുറിച്ച് മനസ്സിലാക്കി. ഇനി ബുഭുക്ഷു ജീവിത രീതിയിൽ നിന്ന് മുമുക്ഷു ജീവിത രീതിയിലേക്ക് ഒരു പരിവർത്തനം ആവശ്യമാണോ? നമുക്ക് നോക്കാം. സത്യത്തിൽ ബുഭുക്ഷുവിൽ നിന്ന് മുമുക്ഷുവിലേക്ക് മാറണം എന്നത് ഒരു മതപരമായ കൽപ്പനയോ നിർബന്ധമോ അല്ല. മറിച്ച് ജീവിത സത്യം തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പരിവർത്തനമാണ്. നമ്മൾ എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. കെട്ടുപാടുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും വേർപെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു മുമുക്ഷുവിന്റെ ജീവിതമാണ് നമുക്ക് അതിലേക്ക് നയിക്കുന്നത്. ബുഭുക്ഷുവിന്റെ ജീവിതം നമ്മളെ ബന്ധനങ്ങളിൽ നിന്ന് കൂടുതൽ ബന്ധനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. തീർച്ചയായും ഒരു മനുഷ്യന്റെ പ്രാരംഭഘട്ടത്തിൽ ബുഭുക്ഷു ജീവിത രീതി അനുയോജ്യമെങ്കിൽ അവരുടെ അവസാന ഘട്ടത്തിൽ മുമുക്ഷു ജീവിത രീതിയാണ് വളരെയധികം അനുയോജ്യമായിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ ശാശ്വതമായ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ്. അതിന് ഏറ്റവും അനുയോജ്യമായ ജീവിത രീതി മുമുക്ഷുത്വമാണ്. അവസാനമായി നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ മോക്ഷം ആണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കി ആനന്ദത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഒരു മുമുക്ഷുവിന്റെ ജീവിത രീതി സഹായിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മോക്ഷം ആണ് ഇവരുടെ ലക്ഷ്യം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഭോഗം അല്ലെങ്കിൽ സുഖങ്ങൾ, സമ്പത്ത് തേടുന്നത് ഒരു തെറ്റല്ല. അത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. എന്നാൽ ആ ജീവിത രീതി നിങ്ങൾക്ക് സംതൃപ്തി തരാത്ത പക്ഷം, നിങ്ങൾക്ക് സംതൃപ്തി തരാതെ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സ്വാഭാവികമായും ചോദ്യങ്ങൾ, ഇത്രയും നേടിയിട്ടും എന്തുകൊണ്ട് എനിക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് എൻ്റെ സന്തോഷം ശാശ്വതമായി നിലനിൽക്കുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നു, ഞാൻ ആരാണ്, ഈ മനസ്സാണോ ഈ ശരീരമാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുക്കുന്നുവോ, അപ്പോൾ മുമുക്ഷുത്വം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കും. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ദയവ് ചെയ്ത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്യൂച്ചർ വീഡിയോകൾക്കായി ബെൽ ഐക്കൺസ് അമർത്തുക. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.